അതെ ആണെങ്കിലും എല്ലാം നമ്മള് എല്ലാം അറേഞ്ച് ചെയ്തു തരും അല്ലേ? നമുക്ക് വേറെ ഒന്നും അറിയേണ്ട കാര്യമില്ല. പിന്നെ തുടർന്ന് എടുക്കുന്നുണ്ട് അല്ലേ? നേരത്തെ ഇപ്പൊ എത്ര പശു ഉണ്ട് ഏട്ടാ ഫാമിലി? ഇപ്പം നിലവില് 40 പശുണ്ട്. ഫാമിന്റെ പേരെന്തായിരുന്നു? നല്ലൂരോ? കണ്ടുപിടിച്ചല്ലേ? ആ റേറ്റിനുള്ള പശുക്കളെ നമുക്ക് ഇട്ടിട്ടുണ്ട്. ഇന്ന് എടുത്തതിന് അത് ഏറ്റവും ഹൈ സൈസ് പശുക്കളാണ് അല്ലേ? വണക്കണ എപ്പടി ഇരിക്ക? ഇന്ന് നമ്മൾ ചിന്തമണി മാർക്കറ്റിലാണ് നിൽക്കുന്നത്. കഴിഞ്ഞ വാരം നമ്മൾ ഏകദേശം എത്ര പശുക്കൾ എടുത്തായിരുന്നു? ഏകദേശം 18 പശുക്കൾ എടുത്തിട്ടുണ്ട്. ഇന്ന് നമ്മളിപ്പോൾ എത്ര പശുക്കൾ എടുത്തിട്ടുണ്ടോ? മൊത്തം 11 പശുക്കൾ എടുത്തിട്ടുണ്ട്. ഇത് എങ്ങോട്ടൊക്കെയാണ് എടുത്തേക്കുന്നത്? ഇത് നിലമ്പൂര് വയനാട് എടുത്തിട്ടുണ്ട് അല്ലേ? അങ്കമാലി എടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് എടുത്ത പശുക്കൾ അല്ലേ? എല്ലാം കന്നി പശുക്കളാണോ? 2 പശുക്കൾ രണ്ടാമത്തെ പ്രസവമാണ്. ഇത് ഓരോന്നിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറയണം. നാല് പല്ല്, ഇത് 2 പല്ല്. ഇതൊക്കെ എത്ര റേഞ്ച് ആയിരുന്നോ പ്രൈസ്? ഒന്നും ആയിട്ടുണ്ട് അല്ലേ? ഇതൊക്കെ നമുക്കൊരു എത്ര ലിറ്റർ പാല് പ്രതീക്ഷിക്കണം? അപ്പൊ ഫസ്റ്റ് 25. എല്ലാം കന്നി പശുക്കൾ നമ്മൾ എടുത്തേക്കുന്നത്. ഓക്കെയാണോ? ഇത് രണ്ടാമത്തെ പ്രസവം അല്ലേ? നല്ല ഏറ്റവും സൈസ് കൂടിയ പശു വന്നു ഇതിനകത്ത് എടുക്കാനല്ലേ? രണ്ട് കൊല. ഇത് എത്ര റേറ്റ് ആണത്? 90 അല്ലേ? ഇതിന് നമുക്കൊരു എത്ര പാല് പ്രതീക്ഷിക്കണം? അത് മാക്സിമം 20 ലിറ്ററിന് മേലെ പ്രതീക്ഷിക്കാം. 2 പല്ല്. ഇതെല്ലാം നമുക്കിപ്പോൾ എത്ര ദിവസം ഉള്ളിൽ പ്രസവിക്കണം? അത് ഒരാഴ്ചക്കുള്ളിൽ പ്രസവിക്കും അല്ലേ? 4 പല്ല്. ഓക്കെ ഓക്കെ. 4 പല്ല്. ഓക്കെ. നാല് പല്ല്. നല്ല സൈസ്, നല്ല പൊക്കമുണ്ട് അല്ലേ? എത്രയാണ് ഇനി? എത്രയാണ് പ്രൈസ്? ഓറഞ്ച് ആയിട്ടുണ്ടല്ലോ. നാല് പല്ല്. ഓക്കെ. ഇതിപ്പോ നമ്മളിപ്പോ എടുത്ത ഇതെങ്ങനെയാണ് ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? കേരളത്തിൽ ഏഷ്യാനെറ്റിൽ നേരെ അങ്ങോട്ട് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ടല്ലോ. ഇന്ന് എടുത്തതിന് അത് ഏറ്റവും ഹൈ സൈസ് പശുക്കളാണ് അല്ലേ? കൊമ്പ് കരിച്ചിട്ടുണ്ടോ? അത് അല്ല, കൊമ്പ് എടുക്കാം. അണ്ണ എല്ലാം പശു പല്ല് നോക്കിയാണോ എടുക്കുന്നത് അല്ലേ? നമുക്ക് പല്ല് നോക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ കറക്റ്റ് പ്രായം മനസ്സിലാക്കാൻ പറ്റും അല്ലേ? 4 പല്ല്. നല്ല പൊക്കവും നല്ല ഹൈറ്റും വെയിറ്റും ഉള്ള പശുവാണ്. 4 പല്ല്. ഓക്കെ. ഇതൊക്കെ നമുക്കൊരു എത്ര ലിറ്റർ പാല് പ്രതീക്ഷിക്കണം? 25 നമുക്ക് ഗ്യാരണ്ടി പ്രതീക്ഷിക്കും അല്ലേ? ഹെവി സൈസ് പശുക്കളാണ് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. നമസ്കാരം. പേരെന്നായിരുന്നേ? ബാബു. എവിടുന്നായിരുന്നു നിങ്ങള്? അങ്കമാലിന്ന്. ഫാമുണ്ടോ? ആടാ. നമ്മൾ ചിന്തമണി മാർക്കറ്റിലാണ് നിൽക്കുന്നത്. ഇപ്പൊ ചേട്ടൻ എടുത്ത പശുവല്ലേ ഇന്നത്? ഇത് രണ്ടും. ഇന്ന് എത്ര പശുക്കൾ എടുത്ത്? 2 നമ്മൾ എടുത്തേക്കുന്നത്.
മൊത്തം നമ്മൾ 9 പശുക്കൾ. നമ്മള് 2 ഫാമുകാർ വന്നിട്ടുണ്ട് അല്ലേ? 2 ഫാമിൽ നിന്ന് വന്നിട്ടുണ്ട്. ഓക്കെ. ഇത് നമ്മൾ ഇന്ന് തന്നെ പ്രസവിച്ചു അല്ലേ? ഇവിടുന്ന് തന്നെ പ്രസവിച്ച്. ഇത് എന്ത് കുഞ്ഞാണ്? പെൺകുഞ്ഞാ അല്ലേ? നിങ്ങൾ ആദ്യമായിട്ടാണോ ചിന്താമണി മാർക്കറ്റില്? കൃഷ്ണഗിരിയിൽ വരാറുണ്ട് അല്ലേ? എടുത്തിട്ടുണ്ട്. എങ്ങനെയുണ്ട് ചിന്താമണി മാർക്കറ്റ് വന്നിട്ട്? എങ്ങനെയുണ്ട്? പശുക്കളൊക്കെ ഇഷ്ടപ്പെട്ടോ? ക്വാളിറ്റിയുള്ള പശുക്കളാണ് അല്ലേ? ഇപ്പം നമ്മൾ മൊത്തം 2 ഫാമിൽ കൂടെ 11 പശുക്കൾ എടുത്തിട്ടുണ്ട് അല്ലേ? മൊത്തം ഇന്ന് ഏകദേശം 16 പശുക്കളോളം എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു എല്ലാം കൂടെ അല്ലേ? എങ്ങനെ പ്രൈസ് റേഞ്ച് ഒക്കെ എത്ര ആയിട്ടുണ്ടാണ്? അപ്പൊ നമ്മൾ ഇന്ന് എടുത്തതിന്റെ ഒക്കെ എങ്ങനെയുണ്ട്? 1 ചില്ലറ ആയിട്ടുണ്ട് അല്ലേ? അപ്പം എത്ര ലിറ്റർ പാല് പ്രതീക്ഷിക്കുന്ന ഒരു പറയുന്നത്? ഏകദേശം നമുക്ക് 20 മുകളിൽ എന്താണെങ്കിലും നമുക്ക് കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അല്ലേ? കിട്ടും അല്ലേ? നമുക്കിപ്പോ ഫാമിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് പാലും എല്ലാം പ്രൊഡക്ഷൻ വിൽപ്പനയൊക്കെ എങ്ങനെ? സൊസൈറ്റിയിലാണോ കൊടുക്കുന്നത്? നേരിട്ട് എങ്ങനെ? വീടുകളിലാണോ കൊടുക്കുന്നത്? കൊടുക്കുന്നില്ല. വീടുകളിൽ തന്നെയാണ് കൊടുക്കുന്നത്. എങ്ങനെയാണ് ജോലിക്കാരൊക്കെ ഉണ്ടോ? എങ്ങനെയാണ്? സ്വന്തമായിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ ഫാമായിട്ട് തന്നെയാണ്. ചേട്ടനിപ്പം ചെറിയ തുടങ്ങിയിട്ടുള്ളൂ, സ്റ്റാർട്ടിങ് തുടങ്ങിയിട്ടുള്ളൂ. വേണ്ടുമല്ലോ. അപ്പൊ എങ്ങനെ പുല്ലും കാര്യങ്ങളൊക്കെ ഇത് നട്ടുണ്ടോ? പാടമുണ്ട്. ചെയ്യേണ്ടി വരും അല്ലേ? ആക്കിയെടുക്കേണ്ടി വരും. അപ്പൊ എന്തുകൊണ്ട് ചിന്താമണി വന്നിട്ട് ഇപ്പൊ എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? വീട് കണ്ടു വന്നറിയില്ല. അതെ, അങ്ങനെ നോക്കാന്ന് പറഞ്ഞു വന്നാണല്ലേ? വരണമെന്നുള്ളത് അല്ലേ? അതെ. അപ്പൊ സാറ്റിസ്ഫൈഡ് അല്ലേ വന്നിട്ട് എടുത്തിട്ട് പശുക്കൾ? പിന്നെ ശക്തിയായിട്ടുള്ള എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? സംസാരിക്കും. പിന്നെ എടുത്തോട്ടെ. നിങ്ങൾ എങ്ങനെ വന്ന് ഇങ്ങോട്ട്? എങ്ങനെ വന്ന്? ട്രെയിന് വന്നില്ലേ? അങ്ങനെ വന്നല്ലേ? എപ്പോഴാണ് നിങ്ങൾ എത്തിയ? ടൈം ഏതാ? ടൈം വണ്ടി കുറച്ച് പിടിച്ചിട്ട് പിന്നെ ബസ് കിട്ടാൻ കുറച്ച് വൈകി. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോ ഞങ്ങൾ ഇവിടത്തേക്ക് വൈകി. അപ്പോഴേക്കും അവർ അടച്ചുപോയി. ഞാൻ തട്ടി വിളിച്ചു. അവര് തുറന്നെങ്കിലും നമുക്ക് റൂമ് ഇല്ലാന്ന് പറഞ്ഞത്. നമ്മള് പിന്നെ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ നമ്മുടെ പണ്ടത്തെ മാർക്കറ്റ് ഉണ്ടല്ലോ ടൊമാറ്റോന്റെ, അവിടെയൊക്കെ കയറി നിന്ന് അവരുടെ അടുത്ത വർത്താനം വന്ന് അവിടെ കിടന്ന് അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് പിന്നെ ഇങ്ങോട്ട് പോന്നു. ഓക്കെ. അപ്പം വരുമ്പോ നമ്മൾ അതൊന്നും ശ്രദ്ധിക്കണം അല്ലേ? നമുക്ക് അങ്ങനെ ട്രെയിനിലൊക്കെ വരുവാണെങ്കിൽ നമുക്ക് താമസത്തിന്റെ ഒരു പ്രശ്നമുണ്ട്. ഏതാ ഇംഗ്ലീഷിനൊക്കെ എന്തെങ്കിലും കാണിക്കാം അല്ലേ? പുള്ളിക്ക് ഹിന്ദി അറിയാവുന്നതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകും. അല്ലെങ്കിൽ ആകെ തെണ്ടി പോനെ. അങ്ങനൊരു പ്രശ്നമുണ്ടായി. ആൾക്കാര് ഉള്ള ഭാഷ പറഞ്ഞ് നമുക്ക് മനസ്സിലായി. ചിലവർക്ക് ഹിന്ദി മനസ്സിലാവുന്നതുകൊണ്ട് രക്ഷപ്പെട്ടു. ഇനിയിപ്പോ ഇതിന്റെ ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളെല്ലാം ഇവര് തന്നെ അറേഞ്ച് ചെയ്ത് തരത്തില്ല? ഇതിപ്പം നേരെ എങ്ങോട്ടാണ്? ഇവർ നേരെ ഒറ്റ സ്ട്രെച്ചിന് പോവല്ലോ, ഇടയ്ക്ക് നിർത്തി സേലത്ത് ഇറക്കിയിട്ടാണ് ഇങ്ങനെ കൊണ്ടുവന്നു തോന്നുന്നു അല്ലേ? ഇവിടുന്ന് നിങ്ങളിങ്ങനെ വാങ്ങിച്ചുകൊണ്ട് പുറത്തുനിന്ന് കൊണ്ടുവരുമ്പോ അതിന് പ്രത്യേകം നമ്മൾ എന്തെങ്കിലും ക്വാറന്റൈനോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാറുണ്ടോ? അപ്പം ഫാമിലോട്ട് നമ്മൾ കൊണ്ടുപോകും. അതെ അല്ലേ? പിന്നെ അങ്ങനെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടല്ലേ? ഇൻഷുറൻസ് എടുക്കണം. ഇൻഷുറൻസ് എടുക്കുന്ന മസ്റ്റാണ്. ഇപ്പൊ എല്ലാവരും ഇത്ര നമുക്ക് റിസ്ക് കുറവല്ല പുറത്തുനിന്ന് നമ്മൾ എടുക്കുമ്പോൾ. അതെ അതെ അതെ. ഓക്കെ ഓക്കെ ഓക്കെ. അതെ, ഇപ്പൊ അതിന്റെ കൂടെ ആകുമ്പോ അങ്ങ് നടക്കൂലേ? ശരി. ഓക്കെ ഓക്കെ ഏട്ടാ. ചേട്ടാ നമസ്കാരം. എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ മാർക്കറ്റ് വന്നിട്ട്? എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ പശുക്കളൊക്കെ എടുത്തിട്ട്? കണ്ടുപിടിച്ചല്ലേ? കറക്റ്റായിട്ട് വിളിക്കുന്ന നമുക്കറിയാം. കറക്റ്റായിട്ട് വിളിച്ചു. പിന്നെ നമ്മളിവിടെ എത്തിയപ്പോൾ ആള് വിളിച്ചു. ആളൊരു സഹകരണം. നമ്മളെല്ലാ കാര്യത്തിലും പറഞ്ഞു. നമ്മുടെ ഞങ്ങളുടെ റേറ്റ് പൈസ കുറവായിരുന്നു. ആ റേറ്റിനുള്ള പശുക്കളെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. റേറ്റ് കുറവുള്ള പശുവിനെ എടുത്തരാൻ പറ്റി മതി. എല്ലാവിധ സഹായം ചെയ്തു. ആൾക്കാരും ഇത് 2 ഫാമുകാർ വന്നിട്ടുണ്ടായിരുന്നു. ഇത്
ഒരെണ്ണം നിലമ്പൂരിൽ നിന്ന്. ചേട്ടൻ്റെ സ്ഥലം എവിടെയാണ്? അങ്കമാലി. അപ്പൊ നിലമ്പൂരിൽ നിന്ന് നമുക്ക് എത്ര പശുക്കൾ എടുത്തിട്ട് നിങ്ങളിപ്പോ? 9 പശുക്കൾ എടുത്തിട്ടുണ്ട് അല്ലേ? എങ്ങനെയുണ്ട് മാർക്കറ്റ്? ശക്തിയുടെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായത്? എടുത്ത പശുക്കളെല്ലാം ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ട്? എത്ര റേഞ്ച് ഒക്കെ എങ്ങനെയായിട്ടുണ്ടോ പ്രൈസ്? നമുക്ക് 140 വരെ ആയിട്ടുണ്ട് അല്ലേ? എല്ലാം റെഡിയാക്കി വിടും. പിന്നെ നമ്മൾ തന്നെ കൊടുക്കും. നമ്മളിങ്ങനെ വന്ന് എടുത്തു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും നമുക്ക് അറിയണ്ടേ, നമുക്ക് സെലക്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ബാക്കി എല്ലാ കാര്യങ്ങളും ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിലും എല്ലാം നമ്മൾ എല്ലാം അറേഞ്ച് ചെയ്ത് തരും അല്ലേ? നമുക്ക് വേറെ ഒന്നും അറിയേണ്ട കാര്യമില്ല. പിന്നെ 2-3 മാസമാ തുടർന്ന് എടുക്കുന്നുണ്ട് അല്ലേ? നേരത്തെ ഇപ്പം എത്ര പശു ഉണ്ട് ചേട്ടാ ഫാമിലി? ഇപ്പം നിലവിൽ 40 പശു ഉണ്ട്. ഫാമിന്റെ പേരെന്തായിരുന്നു? നല്ലൂരോ? അപ്പം നമുക്ക് സെയിലൊക്കെ എങ്ങനെയാണ്? പാലിന്റെ സെയിലും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അവിടെ പോകുന്നത്? സോറി അല്ലേ? ഓക്കെ. ഇത് നമ്മൾ എടുത്തല്ലേ ഇന്ന്? ഓക്കെ. ഇതൊരു എത്ര പൈസ ചേട്ടാ ഇത് ഈ ഒരു പശുവിന്? 140. ഇതാണ് നമ്മൾ എടുത്തത് ടോപ്പ് അല്ലേ? നല്ല സൈസും നല്ല ഹൈറ്റും നല്ല പശുവാണ്. ഇത് കന്നിയല്ലാണോ? കന്നി പശു അല്ലേ? സെക്കൻഡ് ആണോ? വേറെ എത്ര പാല് പ്രതീക്ഷിക്കും ഇതൊരു? 25? 8 പാല് പ്രതീക്ഷിക്കും അല്ലേ? ഫാമിൽ എങ്ങനെയാണ് നമുക്ക് ഇതിന്റെ തീറ്റയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നിങ്ങൾ കൊടുക്കുന്നത്? തീറ്റപ്പുല്ല് കൊടുക്കണം. അങ്ങനെ ജോലിക്കാരൊക്കെ എങ്ങനെ ഉണ്ട് അവിടെ? ഉണ്ടല്ലേ? ഓക്ക കൊടുക്കുന്നുണ്ടോ? ഓക്ക അങ്ങനെ കൊടുക്കാറ്? കൊടുക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ഇതിന് ക്വാറന്റൈനോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാറുണ്ടോ? ഹോമിയോ മരുന്ന് കൊടുക്കുമോ? ടൈലേറിക്കുള്ള കൊടുക്കും അല്ലേ? എല്ലാം ഒരുമിച്ചും കയറ്റിയേക്കോണോ? ഒരുമിച്ചാണ് മാറ്റിയിടും അല്ലേ? പിന്നെ അങ്ങനെ ബ്ലഡ് ടെസ്റ്റ് അങ്ങനെ എന്തെങ്കിലും ചെയ്യാറുണ്ടോ? ചെയ്യേണ്ട ആവശ്യമില്ലല്ലേ? ഓക്കെ ഓക്കെ. ഇന്ന് നമ്മൾ മാർക്കറ്റിൽ നിന്ന് എടുത്ത എല്ലാ പശുക്കളെയും ലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 2 വണ്ടിയിലായിട്ടാണ് ഇത്. ഒരു വണ്ടി പോയിട്ടുണ്ട്. ഇത് 2ാമത്തെ വണ്ടിയിലാണ് ഇപ്പോൾ കയറ്റിയിരിക്കുന്നത്. ഇതിനിപ്പം ഇവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ നേരെ സേലത്ത് കൊണ്ടുപോയിട്ട് അവിടുന്ന് പിന്നെ കുറച്ച് റെസ്റ്റ് എടുത്തിട്ടായിരിക്കും പിന്നീട് ബാക്കി അവിടുന്ന് പശുക്കളെ കാര്യങ്ങളെല്ലാം കൊണ്ടുപോകുന്നത്. ശക്തിയാണോ? ഇന്നെടുത്ത പശുക്കളെല്ലാം കയറ്റിയില്ലാണോ? ഇതെങ്ങനെയാണ് അതിൻ്റെ പ്രൈസ് എങ്ങനെ വരുന്നത്? കിലോമീറ്ററിന് 32 വരുന്നുണ്ട്. കേരളത്തിൽ നമുക്ക് എവിടെ വേണമെങ്കിലും നമുക്ക് എത്തിക്കാൻ പറ്റും അല്ലേ? എത്തിക്കുന്നുണ്ട്. ഇത് നമ്മൾ നേരെ സേലത്തോട്ടാണ് കൊണ്ടുവന്നത്. അവിടെ റെസ്റ്റ് എടുത്തിട്ട് കൊണ്ടുപോകത്തുള്ളൂ അങ്ങോട്ട്. ഓക്കെ ഓക്കെ. ഇതിൻ്റെ ഇടയിൽ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ പിന്നെ വേറെ നമുക്ക് എന്തെങ്കിലും ചാർജസോ കാര്യങ്ങളോ എല്ലാം വരുന്നുണ്ടോ എക്സ്ട്രാ ആയിട്ട്? വരുന്നുണ്ട്. ഓക്കെ. ഹെവി സൈസ് പശുവാണ്. അണ്ണാ ഈ ഒരു പശുവിന് എന്ത് റേഞ്ചാണോ? ഇതിന് എത്ര പ്രൈസ് ആണ്? പ്രതീക്ഷിക്കാം അല്ലേ? ഓക്കെ. ഇത് എങ്ങോട്ടാണ് എടുത്തേക്കുന്നത്? കേരളത്തിലോട്ടാണ്? വയനാട് എടുത്തേക്കുന്നത് അല്ലേ? എല്ലാം ഫാമിലി നിലമ്പൂരാണ് എടുത്തേക്കുന്നത്. ഓക്കെ ഓക്കെ. ഇത് ഫാമിലിയൊക്കെയാണ്, നിലമ്പൂരിലെ ഫാമിലിയൊക്കെയാണ് എടുത്തേക്കുന്നത്.
இது என்ன ஒரு இது என்ன ஒரு எல்லாமே हमारे बच्चे क्या बात करने गए बात सीट